ലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ 2024 ആദ്യ സിനിമ എത്താൻ പോകുന്നത് യാത്ര 2 ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് വരുന്നത്. ഇന്ന് അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ് ഈ സിനിമ ഫെബ്രുവരി റിലീസായിട്ടാണ്. അതായത് ഇലക്ഷന് മുന്നോടിയായിട്ട് ഈ സിനിമ വരുന്നു എന്നുള്ളതാണ്. ഒരു ബയോപിക് ആയിട്ട് വരുന്നു. YS രാജശേഖര റെഡ്ഡിയായിട്ട് മമ്മൂട്ടി എത്തുന്ന സിനിമ യാത്ര 1 ഒരു വലിയ വിജയമായിരുന്നു. അവിടുത്തെ മികച്ച കളക്ഷൻ നേടുന്നതിൽ വലിയ വിജയം നേടിയ സിനിമ. ഒപ്പം തന്നെ അഭിപ്രായങ്ങളിലും ഏറെ മുന്നിൽ നിന്ന സിനിമ. അവിടെ മമ്മൂട്ടിക്ക് ഒരു മൈൽ സ്റ്റോൺ ആയി കിട്ടി ആ സിനിമ. കാരണം അവരുടെ നേതാവ് ജനനേതാവിൻ്റെ സാമ്യത തന്നെയാണ് അദ്ദേഹത്തെ ആ റേഞ്ചിലേക്ക് എത്തിച്ചത്. പിന്നീട് മമ്മൂട്ടി സിനിമകൾ ഏത് റേഞ്ചിൽ ചെന്ന് കഴിഞ്ഞാലും എങ്ങനെയുള്ള സിനിമകൾ ചെന്നാലും അവിടെ വലിയ രീതിയിൽ ഒരു പ്രേക്ഷക വൃന്ദം തന്നെ സൃഷ്ടിച്ചു ഈ സിനിമ. ഒരുപക്ഷെ ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മമ്മൂട്ടിക്ക് അവിടെ ആരാധകരുണ്ടായിരുന്നു. മലയാള സിനിമ അവിടെ റിലീസ് ചെയ്തിട്ട് ഇന്ന് മമ്മൂട്ടി എന്ന നടൻ അവിടെ സുപരിചിതമാണ്. അവിടുത്തെ സൂപ്പർ താരങ്ങൾ, അവിടുത്തെ മെഗാസ്റ്റാറിനേക്കാളും മുകളിൽ വാല്യൂ ഉള്ള നടനാണ് തെലുങ്കർക്ക് മമ്മൂട്ടി എന്നുള്ളത്. എന്തായാലും യാത്ര 2വിൻ്റെ ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ അതിഗംഭീരം, അതായത് YSRും മകനും ആ രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും ഒരു വമ്പൻ സിനിമ. ഇതിൽ മമ്മൂട്ടി മുഴുനീള കഥാപാത്രമൊന്നുമല്ല, പക്ഷേ ഇതിലെ മെയിൻ കഥാപാത്രം മമ്മൂട്ടി തന്നെ എന്നുള്ളത് നമുക്കറിയാം. കാരണം YSR തന്നെയാണ് YSR കോൺഗ്രസിൻ്റെ മേജർ ഘടകം എന്നറിയാം. എന്തായാലും ജഗൻമോഹൻ റെഡ്ഡി ഇന്ന് അവിടെ ഈ ഒരു പാർട്ടിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു, മുഖ്യമന്ത്രിയായി നിൽക്കുന്നു. എന്നിരുന്നാലും എല്ലാവരും ആ ഒരു പിന്തുണ നമുക്കറിയാം YSRനോട് തന്നെയാണ് ഇഷ്ടം. അപ്പം YSRൻ്റെ അവസാന നാളുകളും പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് സിനിമയിലേക്ക് വരാൻ പോകുന്നത്. വീണ്ടും YSR കോൺഗ്രസിന് ഒരു വിജയം സമ്മാനിക്കാൻ പോകുന്ന സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും ആദ്യ സിനിമ 100 കോടിക്ക് മുകളിലാണ് നേടിയെങ്കിൽ ഇത് 200 കോടിക്ക് മുകളിലേക്ക് ഒരു ബയോപിക് സിനിമ നേടുന്നത് ആ റേഞ്ചിലായിരിക്കും. മലയാള ഫിലിം ഇൻഡസ്ട്രി അല്ലല്ലോ, എന്തായാലും തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി ആകുമ്പോൾ അവിടുത്തെ ആ കണക്കൊക്കെ ആ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. ഇനിയും USA പോലെയുള്ള രാജ്യങ്ങളിൽ യാത്ര 1 ഇറങ്ങിയപ്പോൾ ഉള്ള തിരക്ക് നമ്മൾ അറിഞ്ഞതാണ്. അന്ന് ഒരു രക്ഷയും ഉണ്ടായിരുന്നത്. തെലുങ്കന്മാരുടെ പവർ എന്ത് എന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ YSRൻ്റെ അല്ലെങ്കിൽ യാത്ര 2 ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു തരത്തിലുള്ളതായിരിക്കാം. ഒരു ബയോപിക് സിനിമ നേടുന്ന ഏറ്റവും റെക്കോർഡായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും സിനിമ ഒരു പ്രത്യേക വിഭാഗത്തിന് തന്നെ ഉന്നം വെച്ച് ചെയ്യുമെങ്കിലും അവിടെ ഈ സിനിമ അവിടെ വമ്പൻ ഹിറ്റടിക്കാൻ പോകുന്ന സിനിമയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 100% ഹിറ്റ് ഉറപ്പിക്കുന്ന ചില സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്നു ഈ സിനിമയും. എന്തായാലും ഫെബ്രുവരി 8 വരുന്നു. തെലുങ്കിലാണ് സിനിമയ്ക്ക് കൂടുതൽ, കേരളത്തിലും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവാം. അതിനുശേഷമായിരിക്കും മമ്മൂട്ടിയുടെ ഭ്രമയുഗം റിലീസാകുന്നത്. അപ്പോൾ 2024 തുടക്കത്തിൽ മമ്മൂട്ടിക്ക് സിനിമകൾ ഒരുപാട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ആദ്യം ജനുവരിയിൽ തന്നെ നമുക്കറിയാം എബ്രഹാം മോസ്ലറിൽ ഒരു ക്യാമിയോ റോൾ, അതായത് ഏകദേശം 45 മിനിറ്റോളമുള്ള ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്തിൽ 25 മിനിറ്റോളമുള്ള റോളാണ് എന്നറിയാം. അപ്പോൾ ഏത് റേഞ്ചിലാണ് സിനിമകൾ പോകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.